അന്ധയായ പെൺകുട്ടി തന്നെ പിന്തുടരുന്ന പീഡനവീരനിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ നിശബ്ദമായി തന്റെ ഫോൺ ക്യാമറ ഓൺ ചെയ്യുകയും അത് ട്രെയിനിനുള്ളിലേക്ക് തിരിച്ചുപിടിക്കുകയും ചെയ്തു. പെൺകുട്ടി തന്റെ അനിയനെ വീഡിയോ കോൾ വിളിച്ചിരുന്നു. ട്രെയിനിനുള്ളിൽ മുഴുവനായി തിരയുന്നതുവരെ ഫോൺ പതുക്കെ ചലിപ്പിച്ചുകൊണ്ട് ഒടുവിൽ അവൻ ആ പീഡകന്റെ സ്ഥാനം കണ്ടെത്തി. അവളുടെ നേരെ എതിർവശത്തായി വെറും 3 അടി മാത്രം അകലെയാണ് അവൻ ഇരിക്കുന്നതെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഇതറിഞ്ഞ ലിസ വല്ലാതെ ഭയന്നുപോയെങ്കിലും അവൾക്ക് തികച്ചും ശാന്തയായി അഭിനയിക്കേണ്ടിയിരുന്നു. അല്ലാത്തപക്ഷം ആ പീഡകൻ അവളുടെ ഓരോ ചലനവും ശ്രദ്ധിക്കുമായിരുന്നു. തുടർന്ന് ആ ക്രിമിനലിന്റെ കൺമുന്നിൽ നിന്നു തന്നെ രക്ഷപ്പെടാൻ ലിസയെ സഹായിച്ചുകൊണ്ട് അവളുടെ അനിയൻ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയ ശേഷം ജിമ്മി ലിസയെ പിന്തുടർന്ന് വാതിൽക്കൽ വരെ എത്തി. ആ കാമഭ്രാന്തൻ തന്റെ മൂക്ക് അവളോട് ചേർത്തുവെച്ച് അത്യാർത്തിയോടെ ലിസയുടെ ഗന്ധം ശ്വസിച്ചു. ലിസ ശാന്തയാണെന്ന് നടിച്ചു. ചെറിയൊരു ഭയം പോലും പുറത്തു കാണിക്കാൻ അവൾ ധൈര്യപ്പെട്ടില്ല. തുടർന്ന് തന്റെ വഴികാട്ടിയായ നായയുടെ സഹായത്തോടെ അവൾ വേഗത്തിൽ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി നടന്നു. പീഡനവീരനും തൊട്ടുപിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അനിയൻ ഒരു മോട്ടോർ സൈക്കിൾ വിളിച്ച് സ്റ്റേഷനിലേക്ക് വേഗത്തിൽ പാഞ്ഞുവരികയായിരുന്നു. സമയം രാത്രി 10 മണിയായതിനാൽ ആ സ്റ്റേഷനിൽ ലിസയും ജിമ്മിയുമല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ എപ്പോഴെങ്കിലും പിന്തുടർന്നിട്ടുണ്ടോ?